നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പതിവ് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള LDFിൻ്റെ പരാജയവും തന്നെയാണ്. അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊരു ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. കാര്യം നമ്മൾ അത് ചെയ്തു, അതായത് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഏകോപിപ്പിച്ചിട്ടുണ്ട്, റോഡുകൾ നന്നാക്കിയിട്ടുണ്ട്, ഈ പറയുന്ന പോലെ നമ്മളുടെ ദേശീയപാത 66ൻ്റെ വികസന പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, ആരോഗ്യ മേഖല മുന്നിലേക്ക് വന്നു, അതോടൊപ്പം തന്നെ സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടായ പരിവർത്തനം, നമ്മൾ സംഘപരിവാർ സംഘടനകളെ വളരെ കൃത്യമായി അടിച്ചമർത്തുന്നതിനും അതിനെതിരെ ആ സംഘപരിവാർ ശക്തികൾക്കെതിരായി പോരാടുന്നതിനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു തലമുറയായി ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പരാജയം ഉണ്ടായി എന്നുള്ളത് ഇടതുപക്ഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എന്നാൽ ശബരിമല കൊള്ളയാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിയിരുന്നത്? അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അതായത് പലതരത്തിലുള്ള, ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത റീസെൻ്റായിട്ട് വന്ന ED അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യം, അതായത് ചില കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ചില പരാതികൾ, അതൊക്കെ വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇവിടെ കേരളത്തെ ഒന്നടങ്കം മുച്ചൂടും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള ചിന്ത അത് എപ്പോഴെങ്കിലും അതിന് തടസ്സമായി നിന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് തോൽവിയുടെ യഥാർത്ഥ കാരണം? ഇപ്പോൾ എല്ലാ സഖാക്കന്മാരും അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിന് സംസ്ഥാന നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രബലമായ ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കാര്യം സംസ്ഥാന തലത്തിലുണ്ടാകുന്ന ഏതെങ്കിലും സംഭവ വികാസങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ വോട്ടിംഗ് രീതിയെ സ്വാധീനിക്കാറുണ്ടോ? അങ്ങനെ ഒരു സ്വാധീനം ഇതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇപ്പോൾ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 15-20 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സെമി ഫൈനൽ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അതായത് തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന കക്ഷി തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ എന്താണ് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ചെയ്യേണ്ടത് എന്നൊരു വലിയ ചോദ്യം അവിടെ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ UDF എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അതിൽ നമ്മൾ ക്ലാപ്പ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ശരിക്കും അഭിനന്ദിക്കേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പണ്ട് ഒരു സമയത്ത്, അതായത് കഴിഞ്ഞതിൻ്റെ മുൻപ് തെരഞ്ഞെടുപ്പ് വരെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് ആകെ രണ്ട് മുന്നണികൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ രണ്ട് മുന്നണി, ഒന്ന് LDFും ഒന്ന് UDFും ആയിരുന്നു. എന്നാൽ കാലം മാറി, അതോടൊപ്പം തന്നെ മുന്നണികളുടെ എണ്ണവും കൂടി. അങ്ങനെ വന്നപ്പോൾ മറ്റൊരു മുന്നണി കൂടി, NDA എന്ന് പറയുന്ന ഒരു മുന്നണി കൂടി ഇതിനകത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ പ്രധാനമായും UDF, LDF, NDA എന്ന് പറയുന്ന 3 മുന്നണികളാണ് ഇത്തവണ മാറ്റുരച്ചത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഇനിയും ഇതിനകത്ത് സംഭവിച്ചത്, ഞാൻ VD സതീശൻ്റെ കാര്യം പറഞ്ഞു വെച്ചു. VD സതീശൻ്റെ ചില നിലപാടുകൾ വളരെ ശക്തമായ നിലപാടുകളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറഞ്ഞാൽ വർഗീയ കക്ഷികളെ ഒപ്പം നിർത്താനുള്ള VD സതീശൻ്റെ തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു. അതായത് ന്യൂനപക്ഷത്തിലെ പ്രബല കക്ഷിയായ മുസ്ലിങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ, അല്ലെങ്കിൽ ഒരു ഗോതയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വന്തം നിലയ്ക്കിലേക്ക്, വരുതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി VD സതീശൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ എന്തായാലും ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാര്യം SDPI പോലെയുള്ള, അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള, വെൽഫെയർ പാർട്ടിയെ പോലുള്ള കാര്യം, ഇതൊക്കെ SDPI ആകുന്നതും വെൽഫെയർ പാർട്ടി ആകുന്നതുമൊക്കെ എങ്ങനെയാണ് നമുക്കറിയാം. അവരൊരു കാലഘട്ടത്തിൽ ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാൽ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചിട്ടില്ല. കാര്യം ഇന്ത്യൻ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന, ജനാധിപത്യപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിയോട് തന്നെ അവർക്ക് എതിർപ്പായിരുന്നു. കാര്യം അവർ മതരാഷ്ട്രവാദികൾ ആയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അക്കാര്യത്തിലും ആൾക്കാർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെയായി. പിന്നീട് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി തന്നെയാണ് അവർ പിന്നീട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയത്.
അപ്പോൾ അതോടുകൂടി നമുക്ക് ഇതിന് മുൻപറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിക്കപ്പെട്ടു. എവിടെയാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെല്ലാം പോയി ചേർന്നിരിക്കുന്നത്? അതും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. അതായത് മതരാഷ്ട്രവാദികൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സംഘം ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് ഇവിടെ വടക്കൻ മേഖലയിൽ, കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലും തെക്കൻ ജില്ലകളിലും അടക്കം ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ നടത്തിയ ആ ശ്രമത്തെ നമ്മൾ എന്തുകൊണ്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാക്കി എല്ലാവരും തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും അവരെ വിളിച്ച് മുദ്ര കുത്തുമ്പോൾ അത്തരക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാണിച്ച ആവേശം നമ്മൾ മറന്നുപോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമത്തെയും നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടുള്ളതല്ല. ഇനിയും അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇനിയും മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ ക്രിസ്തീയ സഭകൾ, ആ ക്രിസ്തീയ സഭകളിലെ ഏറിയ പങ്കും എവിടേക്ക് ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. ആ ക്രിസ്തീയ സഭകളെല്ലാം ഇന്ന് UDF-നെയും LDF-നെയും ഒക്കെ പതുക്കെ ഒരു സൈഡാക്കി മാറ്റി നിർത്തിക്കൊണ്ട് മുനമ്പം വിഷയത്തിൻ്റെ കാര്യത്തിൽ പോലും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. അപ്പോൾ അവർ സ്വാഭാവികമായും BJP അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ഒരു കക്ഷിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒട്ടുമിക്ക ഇടങ്ങളിലും ഹിന്ദു വോട്ടുകൾക്ക് പകരമായി അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ക്രിസ്തീയ വോട്ടുകളാണ് എന്നുള്ള കാര്യവും നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. ഇങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ മൂന്ന് മുന്നണികളും കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വളരെ ക്ലിയർ ആയിരുന്നു. ന്യൂനപക്ഷ സ്വാധീനമുള്ള മേഖലകളിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള എല്ലാ നീക്കുപോക്കുകളും നടന്നു. അവിടെ കൃത്യമായി ഈ വോട്ടുകളെല്ലാം തന്നെ UDF-നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കോട്ടയം അടക്കമുള്ള മറ്റ് പല ഭാഗങ്ങളിലും ഈ ക്രിസ്തീയ വോട്ടുകൾ ഭിന്നിക്കുകയും ആ വോട്ടുകൾ NDA-യിലേക്ക് വരികയും ചെയ്തു. അതേസമയം ഇത് ആർക്ക് ദോഷം ചെയ്തു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് തന്നെയാണ് ദോഷം ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷത്തേക്ക് വരേണ്ട പല വോട്ടുകളും ഈ രീതിയിൽ രണ്ട് വശത്തേക്കായി തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടി പരിഗണിച്ചാൽ, നമ്മളിപ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്കോ ഒക്കെ നമ്മൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മുൻകാല പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മളവിടെ നിർത്തുന്നത്. അതായത് ഒരു വീടുമായി അല്ലെങ്കിൽ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ചിരപരിചിതനായ ഒരാളെ മത്സരിപ്പിക്കും. എന്നാൽ ഈ മത്സരിപ്പിക്കുന്ന ആൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണകാലം എങ്ങനെ ഉണ്ടായിരുന്നു, ആ മെമ്പർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വാർഡംഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ആണോ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു അസസ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വോട്ട് ചെയ്യാതെ മാറി നിന്ന അല്ലെങ്കിൽ വോട്ട് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേട് വന്ന പല വീട്ടുകാരും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. പല വ്യക്തികളും അങ്ങനെ വോട്ട് മാറി UDF-ലേക്ക് ആ വോട്ടിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാകപ്പിഴയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ വോട്ട് ഭിന്നതയുണ്ടായി. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF വേണ്ടത്ര പരിഗണന കാണിച്ചില്ല. ഇനിയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പരാജയം നല്ലത് തന്നെയാണ്. അതായത് LDF-ന് നേരിട്ട ഈ ഒരു പരാജയം വലിയ പരാജയം എന്നൊന്നും പറയാൻ കഴിയില്ല. അതെങ്കിലും പരാജയം തന്നെയാണ്. ആ പരാജയം ഉണ്ടായത് ഒരു പക്ഷേ നല്ല കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ വലിയ ഒരു സംഭവത്തിന് മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, മുന്നോടി എന്നുള്ള നിലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിനെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിട്ടത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചു. ഈ ജനങ്ങൾ തീർച്ചയായും ഇത് തിരിച്ചറിയുകയും ഇതിൻ്റെ ഗുണഭോക്താക്കളുമാണ് എന്നുള്ള ഒരു ബോധം ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിലുള്ള എല്ലാ പാർട്ടിക്കാർക്കും അത്തരത്തിലുള്ളൊരു ബോധമുണ്ടായിരുന്നു. ആ ബോധത്തിനേറ്റ തിരിച്ചടി, ആ ബോധത്തിൽ നിന്നും ഉണ്ടായി വന്ന അമിതമായ ആത്മവിശ്വാസം, ഞങ്ങൾക്ക് പ്രവർത്തിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ അങ്ങ് ജയിച്ചു കയറും എന്ന് പറയുന്ന അമിതമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അപ്പോഴാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയത്തിലേക്ക് ഇടതുപക്ഷം പോയത്. ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്ത് സംഘടനാ സംവിധാനത്തോടു കൂടി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇടതുപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സംഘടനാ സംവിധാനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ അമിതമായ ആത്മവിശ്വാസം മറ്റ് പലയിടങ്ങളിലെയും വേണ്ട
വേണ്ടത്ര ക്രോഡീകരണമില്ലാതെയായി പോയി എന്നൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അല്ലെങ്കിൽ ഇടതുപക്ഷം മൊത്തത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെത്തുകയും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ ഇതൊക്കെയാണ് എന്നുള്ളൊരു സ്വയം തിരിച്ചറിവുണ്ടാകുകയും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ശബരിമല എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കാര്യം ശബരിമല വിഷയം പ്രതിപക്ഷ കക്ഷികൾ അതിനെ ഇങ്ങനെ ഒരു പുകമറ പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളിലേക്ക്, അതായത് വാർഡ് തലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ തുടങ്ങിയ തദ്ദേശ സംവിധാനങ്ങളിലേക്ക് ഒന്നും ഈ രീതിയിൽ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശബരിമല വിഷയം കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണം ഇടതുപക്ഷത്തിന് പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കോഴിക്കോട് പോലെയുള്ളിടത്ത് ഇത്രയും വലിയൊരു ഒരു മാറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ SDPI ജമാഅത്തെ ഇസ്ലാമി ആ ഒരു കൂട്ടുകെട്ട് വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചില ഘടകങ്ങൾ അത് ഇടതുപക്ഷത്തിന് വിരുദ്ധമായി മാറുകയും ചെയ്തു. ഈ വിരുദ്ധമായി മാറിയ ഘടകങ്ങളെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം അതിനു വേണ്ടിയിട്ട് അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ട പ്രതിപ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലവും ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിട്ടുമുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഈ തോൽവി ഊർജം പകരും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വർക്ക് ചെയ്തിട്ടുള്ള ചില BJP കോൺഗ്രസ് കൂട്ടുകെട്ടുകളുണ്ട്. അവിശുദ്ധമായ ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ജില്ലാ പഞ്ചായത്തുകളും അതോടൊപ്പം മുനിസിപ്പാലിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ രീതിയിൽ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അതായത് പൊതുശത്രു എന്നുള്ള നിലയിലാണ് CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഈ രണ്ട് മുന്നണികളും കണ്ടത്. ഒരു പൊതുശത്രു, ഈ പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു അലിഖിതമായ അല്ലാന്നുണ്ടെങ്കിൽ അപ്രത്യക്ഷമായ ഒരു കരാർ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കൂട്ടായ പരിശ്രമം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു അജണ്ട നടപ്പിലാക്കാനുണ്ടായിരുന്നു എന്നുള്ളത് പോലെയാണ് അവരുടെ ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും അവർ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ലാതാവണമെന്നും അങ്ങ് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകണമെന്നും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന തരത്തിൽ ചില വലതുപക്ഷ അജണ്ടകളോ അല്ലെങ്കിൽ ചില NDA അജണ്ടകളോ, അതായത് സംഘപരിവാർ അജണ്ടകളോ മനഃപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള വാക്കുകളാണ് അവരുടെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനിടയിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. പിന്നെ അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാവിട്ട വാക്കുകൾ ആരുടെയും വായിൽ നിന്നുണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞ MM മണി എന്ന് പറയുന്ന മണിയാശാനിൽ നിന്നുണ്ടായിട്ടുള്ള ചില വീഴ്ചകളാണ്. അത്തരം വീഴ്ചകളെ പാടെ തള്ളിക്കളയുക. അതോടൊപ്പം CPI CPM എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ ചേർന്ന് വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ CPM അടപടലം പരാജയപ്പെട്ടു എന്നോ CPM എന്ന് പറയുന്നൊരു പാർട്ടി ഇവിടെ ഇല്ലാതായി എന്നുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം തന്നെ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ വരട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിജയം UDF-നെ സംബന്ധിച്ചിടത്തോളം ചില തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതായത് UDF-നകത്ത് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യമാണ്. അതായത് ആരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക? VD സതീശൻ മാധ്യമങ്ങളെ കണ്ടു, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടു. ഇനിയും ഇവർ തമ്മിലുള്ള തർക്കത്തിനുള്ള, അതായത് ഒരു ഉൾപാർട്ടി പോര് ആരംഭിക്കാൻ പോവുകയാണ് കോൺഗ്രസിനുള്ളിൽ എന്നുള്ളത് വാസ്തവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയുടെ ഉത്തരവാദിത്വം കൊടുത്തിരുന്നത് VD സതീശനാണ്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പങ്ക് നിർവഹിച്ചു. കോഴിക്കോട് കൊടുത്തിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ പങ്ക് കൃത്യമായി നിർവഹിച്ചു. തിരുവനന്തപുരം നൽകിയിരുന്നത് ഇദ്ദേഹത്തിനായിരുന്നു, അതായത് നമ്മുടെ K മുരളീധരനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ കൃത്യമായി നിർവഹിക്കുകയും അതുവരെ കിട്ടിയിരുന്ന 10-ൽ നിന്നും ഒരുപാട് മാറ്റം, ഇരട്ടിയിലധികം സീറ്റുകൾ UDF-ന് തിരുവനന്തപുരം നഗരസഭയിൽ ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇവർ കേരളത്തിലെ പ്രബലന്മാരായ 3 നേതാക്കൾ എന്നുള്ള നിലയിൽ അറിയപ്പെടുകയും ചെയ്യും. എന്നാൽ KC വേണുഗോപാൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ KC വേണുഗോപാൽ പ്രത്യക്ഷത്തിൽ ഇവിടുത്തെ പാർട്ടിയെ UDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം, ഈ 3 നേതാക്കന്മാരും 3 തരത്തിൽ ഒറ്റപ്പെട്ടു
ഭാരപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഈ കെ സി വേണുഗോപാലിന് ഇത് അത്ര സൂഹിക്കുന്ന കാര്യമല്ല. കാര്യം കെ സിക്ക് ഈ ക്രെഡിറ്റ് ഉണ്ടാവണം. കെ സി ഇനിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തനിക്കൊപ്പമുള്ള സൈബർ ഗുണ്ടകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് യൂത്തന്മാരായ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ വൻപിച്ച ഒരു പ്രചരണം അഴിച്ചുവിടും ഇതിൻ്റെ ചൂടൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപായി തനിക്കൊരു പ്രബല നേതാവായി മാറണം എന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് നടക്കുന്ന കെ സി വേണുഗോപാൽ ഇനി ഇവരെ 3 പേരെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമായിരിക്കും നടക്കുന്നത്. ഇവർ തമ്മിലുള്ള വാക്പോരുകൾക്കും ഇനിയും വേദിയാവും. അധികം വൈകാതെ തന്നെ ഇത് ഉണ്ടാകുമെന്നുള്ളതാണ് കാര്യം. ഇതിനു മുൻപ് വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭാ സീറ്റുകൾ പോലും പിടിച്ചെടുത്ത ഒരു പാർട്ടി പിന്നീട് അധപ്പതിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനിയും 3-4 മാസം കൂടെ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിൽ ഈ പറയുന്ന ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനും പരസ്പരമുള്ള ചെളിവാരി എറിയൽ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ വലിയൊരു ഉൾപാർട്ടി പോര് ആരംഭിക്കാനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവിചിന്തനത്തിനുള്ള സമയമാണ് ഇനിയുള്ള മാസങ്ങൾ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.